നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതെന്റെ കടമയാണ് മോളെ. ഇത് ഞാൻ മുടങ്ങാതെ ചെയ്യും. ഈ വീട്ടിലെ എല്ലാവരും സുഖമായും സന്തോഷമായും ഐശ്വര്യപൂർണമായും ദീർഘകാലം ജീവിക്കണം. അതാ എന്റെ ആഗ്രഹവും പ്രാർത്ഥനയും. അതിനുവേണ്ടിയാ ഞാൻ ഇന്നും ഇവിടെ വന്ന് ദേവീ പൂജ ചെയ്യുന്നത്. അമ്മ ഇന്ന് രാവിലെ ഇവിടെ വന്ന് പൂജകളൊക്കെ ചെയ്യുമായിരുന്നല്ലേ? എനിക്കത് അറിയില്ലായിരുന്നു. ഇനി മുതല് ഈ സമയത്ത് ഞാനും എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായിട്ട് വന്ന് അമ്മയോടൊപ്പം ഈ പൂജയിൽ പങ്കുചേരട്ടെ. അതിനെന്താ, എനിക്കതിന് സന്തോഷമേ ഉള്ളൂ. എന്റെ അമ്മയുടെ സാന്നിധ്യം ഇപ്പോഴും ഈ വീട്ടിലുണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല പാർവതി. അവൾ പലപ്പോഴും അമ്മ ഇവിടെ കാണാറുണ്ട്. ദേവമ്മേ, ഞാനൊരു കാര്യം പറയാൻ മറന്നു. എന്താ മോളെ? ഞാനൊരു ദുസ്വപ്നം കണ്ടു ദേവമ്മേ. ദുസ്വപ്നോ? എന്താ മോള് കണ്ടത്? അത് ഓർമ്മിക്കുമ്പോ തന്നെ എനിക്ക് പേടിയും സങ്കടവും എല്ലാം തോന്നുക. മോൾ എന്താ കണ്ടതെന്ന് പറയ. അതിപ്പോ ഞാൻ എങ്ങനെയാ പറയുന്നേ? പറയും മോളെ. ദേവമ്മേ ആരോ ബന്ധിച്ചിരിക്കുന്നു. ദുർമന്ത്രവാദത്തിന്റെ ശക്തിയാൽ അവര് അമ്മയെ അതിക്രൂരമായി ഉപദ്രവിക്കുന്നു. ദേവമ്മ വേദന കൊണ്ട് പുളഞ്ഞ് നിലവിളിക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോ പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്നു. എനിക്ക് വല്ലാത്ത ഭയം തോന്നുന്നു ദേവമ്മേ. നീ പേടിക്കണ്ട മോളെ. അത്ര പെട്ടെന്നൊന്നും ആർക്കും എന്നെ ബന്ധിക്കാനാവുന്നതല്ല. നിന്നെ പോലെ ദൈവിക സ്പർശമുള്ളവർക്ക് മാത്രമേ ഞങ്ങളെ കാണാൻ പോലും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മോള് പേടിക്കൊന്നും വേണ്ട. സമാധാനായിട്ടിരിക്കെ. പ്രഭാവതി വരുന്നുണ്ട്. ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല. നീ ആരോടാ ഇത്രയും നേരം നിന്ന് സംസാരിച്ചോണ്ട് നിന്നത്? കൊറേ നേരമായി നീ തനിച്ച് നടത്തുന്ന കഥാപ്രസംഗമേ ഞാൻ കാണുകയായിരുന്നു. അത് ഞാൻ ഇവിടെ തുളസിദേവിയോട് എന്റെ സങ്കടങ്ങളൊക്കെ പറയുമായിരുന്നു. ശത്രുദോഷങ്ങൾ അകറ്റി തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.